Hello friends, welcome back. Today we're dealing with the paper Writing and Study Skills. Paper code BEGS 183. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽസ്. ഈ പേപ്പറിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തിങ്കിങ് ക്രിട്ടിക്കലി, ഹൗ ടു തിങ്ക് ക്രിട്ടിക്കലി. തിങ്കിങ് ക്രിട്ടിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു അനലൈസ്, ഇന്റർപ്രറ്റ് ആൻഡ് ഇവാലുവേറ്റ് അവർ ഓൺ ഐഡിയാസ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. നമ്മുടെ ഐഡിയാസ് ആകട്ടെ മറ്റൊരാളുടെ ഐഡിയാസ് ആകട്ടെ അത് ഒബ്ജക്റ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലിനെയാണ് തിങ്കിങ് ക്രിട്ടിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓൺലി ദെൻ ക്യാൻ ബി അക്സെപ്റ്റ് ഓർ റിജക്ട് ദോസ് ഐഡിയാസ്. ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് നല്ലതാണോ അത് മോശമാണോ, അത് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ കഴിയും. ഇപ്പൊ ഏതൊരു റൈറ്റിംഗ് പർപ്പസിനേക്കാളും മുമ്പ് നമുക്ക് ആദ്യം അത്യാവശ്യം എന്താണ്? തിങ്കിങ് ക്രിട്ടിക്കലി. നമ്മൾ കുറെ ഇൻഫർമേഷൻ പല സോഴ്സസിൽ നിന്ന് കണ്ടുപിടിക്കും റൈറ്റിങ്ങിന് വേണ്ടി. പക്ഷെ ആ കണ്ടുപിടിച്ചതിന് ശേഷം അത് കറക്റ്റ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ റൈറ്റിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രം വി ഓൾസോ നീഡ് ടു ബി എ ക്രിട്ടിക്കൽ ലിസണർ. ക്രിട്ടിക്കൽ ലിസണറായ മാത്രമേ നമുക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും കഴിയുള്ളൂ. ഇനി വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ റീഡിങ് ക്രിട്ടിക്കലി? ക്രിട്ടിക്കൽ റീഡിങ്ങിന് എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം? ഇവിടെ പറയുന്നത് തോട്ട്ഫുൾ റീഡർ ഷുഡ് പേഷ്യന്റ്ലി റീഡ് ദ ഇൻഫർമേഷൻ കൺസേൺ. നമ്മൾ ഏത് ഇൻഫർമേഷൻ ആണോ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ഷമയോടെ വായിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും മിസ്സാകാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല വായന എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സർഫസ് റീഡിംഗ് അല്ല, ഒരു സിമ്പിൾ കോംപ്രിഹെൻഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫറിംഗ്, ഇന്റർപ്രറ്റിംഗ്, അനലൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഐഡിയാസ് ഇൻ എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനകത്ത് പല ഐഡിയാസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലൈ ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ക്രോസ് റെഫറൻസസ് ആയിരിക്കാം. ഇങ്ങനെ പലത് വരുമ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ക്ഷമയോടെ വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. And also refers to understanding a text in its own terms and critically questioning the ideas and language in it. ഓരോ ടെക്സ്റ്റിനും അതിൻ്റെതായ ഒരു ടേം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ അതിനെ വായിക്കാൻ കഴിയുകയും അതിനെ ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ ക്രിട്ടിക്കൽ റീഡർ ആകുന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിനെ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് റീഡ് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത്. ഇനി ക്രിട്ടിക്കൽ റീഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് അനോട്ടേറ്റിംഗ്. എന്താണ് അനോട്ടേറ്റിംഗ്? It refers to reactions and interpretations or questions that you form as you read along. നമ്മളൊരു പീസ് ഓഫ് വർക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് നമ്മുടെ ഉള്ളിൽ വരും. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരും. അതപ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്ത് പോകും. വായിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യും. അതിനാണ് അനോട്ടേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് വൺ ഇസ് ടേക്കിംഗ് ഇൻവെന്ററി. ദാറ്റ് ഇസ് ലിസ്റ്റിംഗ് അനോട്ടേഷൻസ് ടു ഫൈൻഡ് മീനിങ്ഫുൾ പാറ്റേൺ. നേരത്തെ നമ്മൾ അനോട്ടേറ്റ് ചെയ്ത് പോയ കാര്യങ്ങളിൽ ഒരു പാറ്റേൺ നമ്മൾ ഫോം ചെയ്യും. അതാണ് ടേക്കിംഗ് ഇൻവെന്ററി. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ഇസ് ഔട്ട്ലൈനിങ്. ഇപ്പൊ ഈ ഫോം ചെയ്ത ഐഡിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാറ്റേണിൽ നിന്നും ഔട്ട്ലൈൻ ചെയ്ത് ഒരു മെയിൻ ഐഡിയാസ് ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് നമുക്കത് ഡിലീനിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഔട്ട്ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സമ്മറൈസിങ്. നമ്മൾ ഫോം ചെയ്ത ഐഡിയയിൽ നിന്ന് എന്തൊക്കെയാണ് മെയിൻ ഐഡിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടെക്സ്റ്റ് എന്താ സംസാരിക്കുന്നത് നമുക്ക് വീണ്ടും അതൊരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് സമ്മറൈസ് ആവുന്നത്. സമ്മറൈസിങ് കഴിഞ്ഞിട്ട് സിന്തസൈസിങ്. ഇറ്റ് റെഫേഴ്സ് ടു ഇന്റഗ്രേറ്റിംഗ് യുവർ ഓൺ ഐഡിയാസ് വിത്ത് ഇൻഫർമേഷൻ ഫ്രം അതർ സോഴ്സസ്. മറ്റ് സോഴ്സസിൽ നിന്നും വരുന്ന ഇൻഫർമേഷനും നമ്മളിപ്പോൾ വായിച്ചതിൽ നിന്നുണ്ടായ കുറെ ഇൻഫർമേഷൻ അല്ലെ ആ മെയിൻ ഐഡിയ നമ്മൾ സമ്മറൈസ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് സിന്തസൈസിങ് പ്രോസസ്സ് നടക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് കോണ്ടെക്സ്റ്റുവലൈസിങ്. കോണ്ടെക്സ്റ്റുവലൈസിങ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ടെക്സ്റ്റിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കാം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കാം. ഈ കോണ്ടെക്സ്റ്റിൽ ആ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുകയും എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോണ്ടെക്സ്റ്റിന് അത് യൂസ്ഫുൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് കോണ്ടെക്സ്റ്റുവലൈസിങ് പ്രോസസ് ആകുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പ്ലെയിനിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. പല റൈറ്റിംഗ് മെറ്റീരിയൽസിനും കുറെ ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ഉപയോഗിക്കും. അതിന് ഇമോഷൻസ് കൺവേ ചെയ്യാൻ കഴിയും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനിങ്സും ഫീലിങ്സും ഒക്കെ കൺവേ ചെയ്യാൻ കഴിയും. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ഫിഗറേറ്റീവ് ലാംഗ്വേജിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ അവിടെ സിഗ്നിഫിക്കന്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. The next one is reflecting on challenges to our beliefs and value system. പല ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും that contradicts the core beliefs which forces us to rethink our value system. നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുറെ ബിലീഫ് സിസ്റ്റത്തിനെ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിൽ കാണും. അത് കോൺട്രഡിക്ടറി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് റിഫ്ലക്റ്റീവ് ആയിട്ട് നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിട്ട് അതിനെ കൺവേ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഇറ്റ് ഈസ് എ ചാലഞ്ച്. അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. ഓൺലി എ ക്രിട്ടിക്കൽ റീഡർ ക്യാൻ ഡു ദാറ്റ്.
നെക്സ്റ്റ് വൺ ഇസ് ഇവാലുവേറ്റിംഗ് ദ ടോപ്പിക് ഓഫ് എൻ ആർഗ്യുമെന്റ്. ഇവിടെ നമ്മൾ ഏതൊരു റൈറ്റിംഗ് മെറ്റീരിയലും ഒരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യാൻ ഓതർ ശ്രമിക്കാറുണ്ട്. ആ ആർഗ്യുമെന്റ് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ, അത് വെൽ ഡെവലപ്ഡ് ആയിട്ടാണോ, എഡിക്വേറ്റ് ആവശ്യമായ സപ്പോർട്ട് അതിന് ആ പോയിന്റിന് അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റിന് നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം. ദ നെക്സ്റ്റ് വൺ ഇസ് റെക്കഗ്നൈസിംഗ് ദ ഇമോഷണൽ മാനിപ്പുലേഷൻ. എല്ലാ ടെക്സ്റ്റിലും ഒരു ഓതർ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ മാനിപ്പുലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഫോൾസ് ക്ലെയിംസോ തെറ്റായ ക്ലെയിംസ് ഉപയോഗിച്ചാണോ തന്റെ ആർഗ്യുമെന്റ് പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേറ്റീവ് ലാംഗ്വേജ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ക്രിട്ടിക്കൽ റീഡറിന് കഴിയണം. പിന്നെ ദ ലാസ്റ്റ് വൺ ഇസ് ജഡ്ജിങ് ദ റൈറ്റേഴ്സ് ക്രെഡിബിലിറ്റി. ഒരു റൈറ്ററിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. റൈറ്റർ ഷുഡ് പ്രസന്റ് ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ്. റൈറ്ററിന്റെ എഴുത്തിൽ നിന്ന് പല തരത്തിലുള്ള പോയിന്റ് ഓഫ് വ്യൂസ്, റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, ഒരു സിംഗിൾ ലൈൻ ഓഫ് തോട്ട് മാത്രമല്ല, പല ലൈൻ ഓഫ് തോട്ട്സ് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ കഴിയണം. അതിനാവശ്യമായ സാറ്റിസ്ഫാക്ടറി ഇൻഫർമേഷനും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയണം. ദ നെക്സ്റ്റ് വൺ ഇസ് തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ. ഒരു റൈറ്റർ എങ്ങനെയാണ് തിങ്കിങ് ക്രിട്ടിക്കലി ചെയ്യാൻ കഴിയുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ് റൈറ്ററിന് പറ്റുന്നത്? ഒരു റൈറ്ററിന് ക്രിട്ടിക്കൽ തിങ്കിങ് വേണമെങ്കിൽ ആദ്യം അദ്ദേഹം ഒരു ടഫസ്റ്റ് റീഡർ ക്രിട്ടിക് ആയിരിക്കണം. എങ്ങനെയായിരിക്കും ഒരു റീഡർ ഒരു വർക്ക് വായിക്കുന്ന, ഒരു പീസ് ഓഫ് വർക്ക് വായിക്കുന്ന എന്ന് റൈറ്ററിന് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഡെവലപ്പ് ദ സ്കിൽ ഓഫ് ഒബ്ജക്റ്റീവ്ലി റിവ്യൂയിങ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് റൈറ്റിംഗ്. റൈറ്റിംഗ് പ്രോസസ് നടക്കുമ്പോൾ തന്നെ ഒബ്ജക്റ്റീവായിട്ട് സ്വന്തം വർക്കിനെ റിവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. എന്ന് വെച്ചാൽ എക്സാമ്പിൾസ് പറയാൻ, നമ്മുടെ എഴുതുമ്പോൾ ഐഡിയാസ് ക്ലിയർ ആണോ, ലോജിക്കൽ ആണോ എന്ന് അദ്ദേഹത്തിന് റിവ്യൂ ചെയ്യാൻ കഴിയണം. മാത്രമല്ല ഒപ്പീനിയൻസ് എല്ലാം വെൽ ഡെവലപ്ഡ് ആണോ, ഒപ്പീനിയൻസ് എല്ലാം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ, എവിഡൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ, ഇനി ഈ റൈറ്റിംഗ് എല്ലാം ഓതറിന്റെ കോർ ബിലീഫ്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ, അങ്ങനെ ലോബ് സൈഡഡ് ആയി പോകുന്നുണ്ടോ എന്നൊക്കെ ഓതറിന് അല്ലെങ്കിൽ എഴുതുന്ന ആൾക്ക് അത് ചെക്ക് ചെയ്യാൻ കഴിയണം. ഇവിടെ നമ്മൾ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫാക്ട് വേഴ്സസ് ഒപ്പീനിയൻ. എന്താണ് ഫാക്ട്, എന്താണ് ഒപ്പീനിയൻ? ഫാക്ട് എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻസ് ട്രൂ അറ്റ് ഓൾ ടൈംസ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലത്തിലും ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ സ്റ്റിൽ ആണ്, അതിന് ചേഞ്ച് വരാറില്ല. ഇറ്റ് ഇസ് വെരിഫൈഡ് ബൈ റിസർച്ച് ആൻഡ് ജനറലി അക്സെപ്റ്റഡ് ബൈ എവ്രി വൺ. ഈ ഫാക്ട് എന്ന് പറയുന്നത് റിസർച്ച് വഴി പ്രൂവ് ചെയ്തതായിരിക്കാം. ഇറ്റ് ഇസ് ജനറലി അക്സെപ്റ്റഡ് ബൈ എവ്രി വൺ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡോഗ്സ് ആർ ഡൊമസ്റ്റിക് ആനിമൽ, ടൈഗേഴ്സ് ആർ വൈൽഡ് ആനിമൽസ്. ഇത് വെരിഫൈഡ് ആണ്, ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഓൺ ദ അതർ ഹാൻഡ് ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജോൺ എഫ് കെന്നഡിയുടെ മർഡറിന്റെ എക്സാമ്പിൾ പറയാം. അത് ഭയങ്കര സ്പെക്യുലേറ്റീവ് ആണ്. എങ്ങനെയാണ് ജോൺ എഫ് കെന്നഡി മരിച്ചത് എന്ന് പല ഒപ്പീനിയൻസ് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഒപ്പീനിയൻ ആണ്, അത് ഫാക്ട് ആയിട്ട് എല്ലാവരും ജനറലി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. ഇനി സപ്പോർട്ട് ഒപ്പീനിയൻസ് വിത്ത് എവിഡൻസ്. ഏതൊരു റൈറ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ഒപ്പീനിയൻസ് പറയുവാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് എവിഡൻസ് കൊടുക്കണം. എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻസ്, എക്സ്പീരിയൻസസ് എക്സെട്ര. ഇങ്ങനത്തെ പല കാര്യങ്ങൾ എവിഡൻസിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു ഒപ്പീനിയൻസ് അത്രയും വിശ്വസനീയമായി, എത്രത്തോളം സ്ട്രോങ് എവിഡൻസ് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ റൈറ്ററിനെ, എന്നാൽ മാത്രമേ ആ ഒരു എവിഡൻസ് ബേസ് ചെയ്ത് താൻ പറയുന്ന ഒപ്പീനിയൻ വായിക്കുന്ന ആൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി സംഭവം. തിങ്കിങ് ക്രിട്ടിക്കലി ആസ് റൈറ്റർ. പിന്നെ നമ്മൾ പറയാനുള്ളത് ഇവാലുവേറ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദി എവിഡൻസ്. ഈ എവിഡൻസിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ബലപ്പെട്ടതാണോ എവിഡൻസ്, അതിനനുസരിച്ചായിരിക്കും ആ വർക്കിന് വിശ്വാസ്യത വരുന്നത്. അപ്പം ഓതർ എന്താ ശ്രദ്ധിക്കേണ്ടത്, തന്റെ എവിഡൻസസ് എല്ലാം അൺബയസ്ഡ് ആയിരിക്കണം. മാത്രമല്ല ആ റിസർച്ചസ് എല്ലാം പ്രൊഫഷണൽ ആയിരിക്കണം. റിലയബിൾ സോഴ്സസിൽ നിന്നായിരിക്കണം താൻ എടുത്തിട്ടുള്ളത് എവിഡൻസസ്. മാത്രമല്ല ഈ സോഴ്സസിനെ എല്ലാം ഓതർ കറക്റ്റായിട്ട് അക്നോളജ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ടോപ്പിക്കിന് സപ്പോർട്ടീവായിട്ട് ആ എവിഡൻസിന്റെ ഉപയോഗം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ ഒരു റൈറ്ററിന് കഴിയണമെങ്കിൽ ഒരു റീഡറിനെ പോലെ അദ്ദേഹം വായിക്കണം. സ്വന്തം വർക്ക് ഒരു റീഡർ എങ്ങനെയായിരിക്കും വായിക്കുന്നത് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ വായിക്കണം. അപ്പൊ അദ്ദേഹം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നോട് തന്നെ ചോദിക്കേണ്ടി വരും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഡു ഐ നീഡ് മോർ മെറ്റീരിയൽ ടു സപ്പോർട്ട് മൈ ആർഗ്യുമെന്റ്സ്. ഞാൻ പറയുന്ന ആർഗ്യുമെന്റ്സ് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഇനി വീണ്ടും കുറെ പോയിന്റ് ഓഫ് വ്യൂസ് കൊണ്ടുവരണമോ, കുറെ മെറ്റീരിയൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം, ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ എന്റെ എവിഡൻസിന് കൊടുത്തിട്ടുണ്ടോ? ആം ഐ ബീങ് വേഗ് ഹിയർ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, അതോ ഇനി കൂടുതൽ ജനറലൈസ് ആയി പോകുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അതേപോലെ തന്നെയാണോ അവർ കാണാൻ കഴിയുന്നത്, വായിക്കാൻ കഴിയുന്നത്, ഇനി സെന്റൻസ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ, വൊക്കാബുലറി കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യണമോ, കുറച്ചുകൂടെ സിമ്പിൾ വേർഡ്സ് വേണോ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് വേണോ, അങ്ങനെ സിനോണിംസ് മറ്റു ചിലപ്പോൾ ഭയങ്കര ടഫ് വേർഡ്സ് ഉപയോഗിക്കുന്നേക്കാളും ചില സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചാൽ ആ പോയിന്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതെല്ലാം ഒരു ഓതർ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ക്രിട്ടിക്കലായിട്ട്
റൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മാത്രമല്ല അടുത്ത പോയിന്റ് ഇസ് അവോയ്ഡ് ബയസസ് ആൻഡ് സ്ട്രോങ് ഇമോഷൻസ്. പലപ്പോഴും പല പ്രിജുഡൈസസ് ആൻഡ് സ്ട്രോങ് ഇമോഷൻസ് അവരുടെ വർക്കിൽ കാണാറുണ്ട്. ഇങ്ങനെ റൈറ്റിംഗ് ഇൻഫർമേഷനിൽ ബയസസ് അല്ലെങ്കിൽ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ആ ഇൻഫർമേഷൻ മിസ്റിപ്രസെന്റഡ് ആകാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാറുണ്ട്. ഓതർ ഉദ്ദേശിക്കുന്ന പോലെ ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. മാത്രമല്ല ഇൻഫർമേഷൻ പലപ്പോഴും മിസ്കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മിസ്റെപ്രസെന്റഡ് ആകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ദ ഓതർ ഷുഡ് ബി അവെയർ അല്ലെങ്കിൽ അലേർട്ട് ടു ജെൻഡർ, കാസ്റ്റ്, റേഷ്യൽ ആൻഡ് റിലീജിയസ് ഇഷ്യൂസ്. അങ്ങനെ പല സ്റ്റീരിയോ ടൈപ്പിംഗ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ വരാതെ ഓതർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ദ നെക്സ്റ്റ് വൺ ഇസ് അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി. എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? അനലൈസിങ് ഇസ് മോർ അബൌട്ട് എ റീഡിംഗ് സ്ട്രാറ്റജി. നമ്മൾ വായിക്കുമ്പോഴാണ് പല കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അനലൈസിങ് റെഫേഴ്സ് ടു പുള്ളിങ് തിങ്സ് അപ്പാർട്ട്. ഒരു കാര്യത്തെ വലിച്ചു നീട്ടുക അല്ലെങ്കിൽ വലിച്ചു മാറ്റി നോക്കുക, വലിച്ചു മാറ്റി അതിനെ ക്ലോസ് എക്സാമിൻ ചെയ്യുക. റീഡിങ് ഇറ്റ് ക്ലോസ്ലി ആൻഡ് ക്രിട്ടിക്കലി. ഇതിൽ എന്തൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. ഇതിലെ ഇഷ്യൂസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം. വാട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. സെക്കൻഡ് വൺ ഇസ് ഹൗ ടു അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ. അത് 2 ചോദിക്കേണ്ടി വരും. സെക്കൻഡ് വൺ ഇസ് പൊസിഷൻ. എന്താണ് റൈറ്റേഴ്സ് ഓൺ വ്യൂ? ഈ വർക്ക് ഓഫ് പീസ് ഓഫ് വർക്കിൽ എന്താണ് റൈറ്റർ അല്ലെങ്കിൽ ഓതർ എന്താണ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന്റെ വ്യൂ എന്താണ്? അതാണ് പലപ്പോഴും തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി ആർഗ്യുമെന്റ്സ്, എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത്, അതിന് ബേസ് ചെയ്തിട്ടുള്ള എവിഡൻസ് എന്താണ്, ഫാക്ട്സ് എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, എക്സ്പെർട്ട് ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, അനലൈസ് ചെയ്യാൻ കഴിയണം. മാത്രമല്ല കൗണ്ടർ ആർഗ്യുമെന്റ്. ഇനി കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് ഓതർ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ, റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ കോൺട്രഡിക്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒപ്പോസിങ് ആർഗ്യുമെന്റ്സ് ഓതർ തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒപ്പോസിങ് ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുവാൻ റീഡറിന്റെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ലൈൻ ഓഫ് തോട്ട് റൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ടോ, എത്ര സ്ട്രോങ് ആണ്, ഹൗ സ്ട്രോങ് ഇസ് റൈറ്റേഴ്സ് വ്യൂ പോയിന്റ് വേഴ്സസ് ദി ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ്. പല പോയിന്റ് ഓഫ് വ്യൂസ്, പല ലൈൻ ഓഫ് തോട്ട്സിന് തമ്മിലുള്ള ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നൊക്കെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അനലൈസിങ് സ്ട്രാറ്റജീസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ ഇതിന് പലതായിട്ട് കുറച്ച് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമെങ്കിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് മോറൽ, എത്തിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ കൺസിഡറേഷൻ ഓഫ് ദ റൈറ്റർ. ഏതൊരു റൈറ്ററിനും അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, തന്റെ വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനുള്ള പല ഇൻഫ്ലുവൻസസ് താൻ അറിഞ്ഞോ അറിയാതെയോ തന്റെ റൈറ്റിംഗിൽ കയറി വരാറുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും തന്റെ റൈറ്റിംഗ് വൈഡർ പബ്ലിക് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ പല നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു റൈറ്റർ ഒരു കാര്യം എഴുതുന്നത് പല ആവശ്യത്തിന് പുറത്തായിരിക്കാം അല്ലെങ്കിൽ പല ഇൻട്രസ്റ്റിന് പുറത്തായിരിക്കാം. അപ്പൊ ഇതെല്ലാം എത്രത്തോളം താൻ പ്രസന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന റൈറ്റിങ്ങിനെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് റൈറ്റർ കൺസേൺ ആയിരിക്കണം. മാത്രമല്ല റൈറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ്, ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് പ്രയോറിറ്റീസ് കാണും, തന്റെ ലൈഫിൽ കുറച്ച് കൺസേൺസ് കാണും. അപ്പൊ ഈ പേഴ്സണൽ ഫാക്ടേഴ്സ് എല്ലാം തന്റെ റൈറ്റിങ്ങിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി. സിന്തസൈസിങ് എന്ന് പറഞ്ഞത് ഒരു റൈറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പ്രസന്റിംഗ് ഫാക്ട്സ് ആൻഡ് ഡിഫറെന്റ് ഇൻഫർമേഷൻ ടേക്കൺ ഫ്രം വേരിയസ് റിസോഴ്സസ് പ്രൂവ്സ് ദാറ്റ് ദേ ഹാവ് എ റിലേഷൻഷിപ്പ്. ഈ സോഴ്സസിൽ നിന്നെല്ലാം പല ഫാക്ട്, പല ഐഡിയാസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ റൈറ്റിംഗിലേക്ക് ഒക്കെ പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ റൈറ്റിംഗിലേക്ക് പ്രസന്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ പല റിലേഷൻഷിപ്സ് ആയിട്ടാണ് ഈ ഐഡിയാസിനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു ഐഡിയാസും ഒറ്റയ്ക്ക് നിന്നാൽ അതൊരു സിന്തസൈസ്ഡ് റൈറ്റിംഗ് പ്രോഡക്റ്റ് ആയിട്ട് വരില്ല. മാത്രമല്ല പല റിസോഴ്സസിൽ നിന്നും പല സോഴ്സസിൽ നിന്നും ഓരോ റൈറ്റിംഗ് അല്ലെങ്കിൽ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ അത് തമ്മിൽ റൈറ്റർ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ one must read all the material you have collected and superficially and then focus on the source which you have chosen as the most appropriate for the topic. എന്ന് വെച്ചാൽ പല ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. എഴുതുന്നതിന് മുമ്പ് പല സോഴ്സിൽ നിന്ന് പല ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ ബേസിക് കോർ ആയിട്ടുള്ള സോഴ്സ്, ഏതായിരിക്കണം, ഏത് ഐഡിയ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ളത്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ലെ ഒരു ചെയിൻ ഓഫ് തോട്ട്സ് റൈറ്റർ മോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. റെലവെന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഫാക്ട് മാത്രം ഡിഫറെന്റ് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് നിന്ന് എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ 1-2 ക്വട്ടേഷൻസ് ഒക്കെ ഉപയോഗിച്ച് തന്റെ പോയിന്റിനെ സ്ട്രെസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുക. ഇതൊക്കെയാണ് മേജർ സിന്തസൈസിങ് ആസ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർപ്രറ്റേറ്റീവ് തിങ്കിങ് സ്കിൽസ്. റൈറ്റേഴ്സ് പലപ്പോഴും തങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനേക്കാൾ ഉപരി പല കാര്യങ്ങളും തന്റെ റൈറ്റിംഗിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
പല കാര്യങ്ങളും ഡയറക്ട്ലി മാത്രം പറയുന്ന കാര്യമല്ല ഒരു പീസ് ഓഫ് റൈറ്റിംഗിലുള്ളത്. ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമ്മൾ ക്ലോസ്ലി വായിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പല ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ, ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ് ഹീസ് പ്രസന്റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വെച്ചാൽ സർഫസ് മീനിങ്ങിന് അപ്പുറത്തേക്ക് ഒരു ഡീപ്പർ മീനിങ്ങിലേക്ക്, അതിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിൽ ഡയറക്ട്ലി ഇംപ്ലൈ ചെയ്തിട്ടില്ലാത്ത പല മീനിങ്സിലേക്ക് ആഴ്ന്നിറങ്ങി പോകാൻ ഒരു ഇന്റർപ്രറ്റേറ്റീവ് സ്കിൽ ഉണ്ടെങ്കിൽ, ഇന്റർപ്രറ്റേറ്റീവ് തിങ്കിങ് സ്കിൽ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഇന്റർപ്രറ്റേറ്റീവ് തിങ്കിങ് സ്കിൽസിനെ കുറിച്ചുള്ളത്. ഇങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഐദർ വി ക്യാൻ ബി എ റിഫ്ലെക്റ്റീവ് റീഡർ ഓർ എ റിഫ്ലെക്റ്റീവ് റൈറ്റർ. അതുകൊണ്ട് തന്നെ ദ സ്കിൽസ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, റീഡിങ്ങും റൈറ്റിങ്ങും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഔട്ടർ സർഫീസിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും അത് ഓപ്പോസിറ്റ്ലി അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ്ലി ഇന്റർ കണക്റ്റഡ് ആണ് നമുക്ക് ഇത്രത്തോളം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് യൂണിറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.